തെരഞ്ഞെടുപ്പ് നടക്കുന്ന ബീഹാറിൽ ഇന്ത്യ മുന്നണിക്ക് ശുഭസൂചനകളാണ് പുറത്തുവരുന്നത്. ഇന്ത്യ മുന്നണിയുടെ കയ്യിൽ വളരെ സുരക്ഷിതമാണ് ബീഹാർ എന്നുള്ളതിൻ്റെ സൂചന ചില മാധ്യമങ്ങൾ പുറത്തുവിടുന്നു. കാര്യങ്ങൾ BJP മുന്നണിക്ക് എതിരായി മാറുകയാണ് ചില സാഹചര്യത്തിൽ. അതിൻ്റെ ആവേശത്തിൽ തന്നെ മുന്നണിയുടെ സീറ്റ് വിഭജന ചർച്ചയിലേക്ക് കടന്നിരിക്കുകയാണ് ഇന്ത്യ മുന്നണി. ഇന്ത്യ മുന്നണിയിൽ പ്രധാനമായും ലാലു പ്രസാദ് യാദവിൻ്റെ RJDയും കോൺഗ്രസുമാണുള്ളത്. കൂടാതെ ഇടതു പാർട്ടികൾ ഒപ്പം തന്നെ നല്ല ശക്തിയോടുകൂടി തന്നെ ബീഹാറിൽ പ്രവർത്തിക്കുകയാണ്. വോട്ടർ പട്ടിക പരിഷ്കരണത്തിനെതിരെ കൂറ്റൻ റാലി സംഘടിപ്പിച്ചതാണ് ഇപ്പോൾ ഇന്ത്യ മുന്നണിയുടെ വിജയം ഉറപ്പിച്ച രീതിയിലേക്ക് ബീഹാർ മാറിയിരിക്കുന്നത്. അതിന് പിന്നാലെ ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റ് വിഭജന ചർച്ചകൾ വളരെ രമ്യമായി നടക്കണമെന്ന് മുന്നണി തീരുമാനിച്ചിരിക്കുകയാണ്. RJD അധ്യക്ഷൻ തേജസ്വി യാദവിന്റെ നേതൃത്വത്തിലുള്ള ഏകോപന സമിതി പട്നയിൽ ഇന്നലെ യോഗം ചേർന്നു കഴിഞ്ഞു. അതിൽ RJD, കോൺഗ്രസ്, CPIML, CPI, CPM, VIP പാർട്ടികളാണ് ബീഹാറിൽ ഒരുമിച്ച് മത്സരിക്കാൻ തീരുമാനിച്ചതും എന്ത് തന്നെയായാലും സംസ്ഥാനം പിടിച്ചെടുക്കണമെന്ന് അവർ ഇന്നലെ പ്രഖ്യാപിച്ചതും. അടുത്ത ദിവസം മുൻ കേന്ദ്രമന്ത്രി പശുപതി കുമാർ പരസിന്റെ രാഷ്ട്രീയ ലോക്ദൾ ജനശക്തി പാർട്ടിയും ഇന്ത്യ മുന്നണിയിലെ ലയിക്കാൻ പോകുകയാണ്. അതിന്റെ ഭാഗമായേക്കുമെന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അത് ദളിത് വിഭാഗത്തിനിടയിൽ വലിയ സ്വാധീനമുള്ള പാർട്ടിയാണ് പശുപതി അരസിന്റെ പാർട്ടി. അദ്ദേഹം BJPക്കൊപ്പം കേന്ദ്രമന്ത്രിയായിരുന്നു. അവിടെ നിന്ന് രാജിവെച്ചിട്ടാണ് ഇപ്പോൾ ഇന്ത്യ മുന്നണിയിലേക്ക് വരുന്നത്. അദ്ദേഹത്തിന്റെ ഈ നീക്കം തന്നെ ഇന്ത്യ മുന്നണിക്ക് ബീഹാർ പിടിച്ചെടുക്കാൻ കഴിയുമെന്നുള്ളതിന്റെ സൂചന ലഭിച്ചതിന് ശേഷമാണ്. നമുക്കറിയാം, ജൂലൈ 9 നടന്ന ദേശീയ പണിമുടക്ക് ദിവസത്തിൽ തന്നെ ബീഹാർ അവിടെ നടക്കുന്ന വോട്ടർ പട്ടിക പരിഷ്കരണത്തിനെതിരെ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ, അതുപോലെ തേജസ്വി യാദവിന്റെ നേതൃത്വത്തിൽ വലിയ പ്രതിഷേധം നടന്നിരുന്നു. തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് കടക്കാൻ അത് സഹായകമായിട്ടുണ്ട് എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകന്മാരുടെ വിലയിരുത്തൽ. ഒക്ടോബർ, നവംബർ മാസങ്ങളിലായി വോട്ടെടുപ്പ് നടക്കാനിരിക്കുകയാണ് ബീഹാറിൽ. ജൂൺ 12 ഏകോപന സമിതി യോഗം ചേർന്നെങ്കിലും സീറ്റ് വിഭജന ചർച്ചയിലേക്ക് അന്ന് കടന്നിരുന്നില്ല. പക്ഷേ ഈ 9-ാം തീയതി നടന്ന സമരത്തിൽ കിട്ടിയ വലിയ ആവേശം, ആ ആവേശം പിന്തുടർന്നുകൊണ്ടാണ് ഇപ്പോൾ സീറ്റ് വിഭജന ചർച്ചയിലേക്ക് കടന്നിരിക്കുന്നത്. മത്സരിക്കാൻ ആഗ്രഹിക്കുന്ന സീറ്റുകളുടെ പട്ടിക ഇന്നലത്തെ യോഗത്തിൽ നൽകാൻ നേരത്തെ ധാരണയായിരുന്നു. നമുക്കറിയാം, 2020 ഇതിനു മുമ്പ് തെരഞ്ഞെടുപ്പ് നടന്നത്. അതിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 15,000 വോട്ടിൽ കൂടുതൽ വോട്ടുകൾക്ക് തോറ്റവരെ ഇനി മത്സരിപ്പിക്കണ്ട അത് എന്നാണ് തീരുമാനിച്ചിരിക്കുന്നത്. അത് ഏതു പാർട്ടിയായാലും ഇന്ത്യ മുന്നണിയിൽ പെടുന്ന പാർട്ടികൾ അങ്ങനെയുള്ളവരെ മത്സരിപ്പിക്കാൻ സാധ്യതയില്ല എന്നാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. 2020 144 സീറ്റുകളാണ് RJD മത്സരിച്ചത്. അതിൽ 75 സീറ്റുകളിലും അവർ വിജയിച്ചു. എന്നാൽ 70 സീറ്റുകളിൽ മത്സരിച്ച കോൺഗ്രസിന് 19 സീറ്റുകളിലേ വിജയിക്കാനായിട്ടുള്ളൂ. കാരണം അസദുദ്ദീൻ ഒവൈസി കോൺഗ്രസിന്റെ സീറ്റുകളിലൊക്കെ സ്ഥാനാർത്ഥിയെ നിർത്തി വോട്ടുകൾ വിഘടിപ്പിച്ച് കിട്ടാവുന്ന പല സീറ്റുകളും മത്സരിച്ച് തോൽപ്പിച്ചു വിടുകയായിരുന്നു കോൺഗ്രസിനെ ചെയ്തത്. അത് തന്നെ ഏറ്റവും വലിയ തിരിച്ചടിയായി കോൺഗ്രസിന് മാറുകയും ചെയ്തിരുന്നു. ഇതാണ് ഇപ്പോൾ അങ്ങനെയുള്ള ഒരു അവസ്ഥയിലേക്ക് ഇനി പോകാൻ പാടില്ല എന്ന് മുൻകൂട്ടി തീരുമാനിച്ചുകൊണ്ട് അസദുദ്ദീൻ ഒവൈസിയെയും ഇന്ത്യ മുന്നണിക്ക് പിന്തുണ നൽകാനുള്ള സാധ്യത ഏറിയിരിക്കുകയാണ്. എന്നാൽ 19 സീറ്റുകളിൽ മത്സരിച്ച CPIML 12 നേടി എന്ന് പറയുമ്പോൾ അവർ ഏറ്റവും വലിയ മുന്നേറ്റമാണ് അന്ന് നടത്തിയത്. അങ്ങനെ CPIML ഉൾപ്പെടെയുള്ള ഇന്ത്യ മുന്നണിയിലെ സഖ്യകക്ഷികളെല്ലാം ചേർന്ന് ഇത്തവണ മുൻകൂട്ടി തന്നെ സീറ്റ് ധാരണയിലെത്തി. അവർ മത്സരിക്കേണ്ടുന്ന സീറ്റുകൾ ആദ്യം തന്നെ മനസ്സിലാക്കി. ആ സീറ്റുകളിൽ സ്ഥാനാർത്ഥിയെയും കണ്ടെത്തി വളരെ മുൻപ് തന്നെ മണ്ഡലങ്ങളിൽ പോരാട്ടം നടത്താൻ തീരുമാനിച്ചത് തന്നെയാണ് ഇന്ത്യ മുന്നണിയുടെ ആദ്യ വിജയം എന്ന് ബീഹാറിൽ പറയുന്നത്. അതേതായാലും NDA മുന്നണിക്കുള്ളിൽ വലിയ സ്വാരസ്യങ്ങളാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. മുഖ്യമന്ത്രി നിതീഷ് കുമാർ ആണെങ്കിലും നിതീഷ് കുമാറിനേക്കാളും അദ്ദേഹത്തിന്റെ പാർട്ടിയെക്കാളും കൂടുതൽ സീറ്റുകൾ BJPക്കാണുള്ളത്. ആ BJP ഇത്തവണ മുഖ്യമന്ത്രിയാകുമെന്നും നിതീഷ് കുമാറിനെ തോൽപ്പിക്കും, കാലുവാരുമെന്നും ഒക്കെയുള്ള അഭ്യൂഹങ്ങൾ പരക്കുന്നതിനിടെ ആ മുന്നണിക്കകത്ത് ഇപ്പോൾ അസ്വാരസ്യങ്ങളല്ലാതെ ഐക്യമില്ല എന്നുള്ളതും വ്യക്തമാകുന്നു. അതുകൊണ്ട് തന്നെ ബീഹാർ നല്ല രീതിയിൽ തെരഞ്ഞെടുപ്പ് നടന്നാൽ ഇന്ത്യ മുന്നണിക്ക് പിടിച്ചെടുക്കാമെന്നും ആദ്യം തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെയും BJPയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്ന തെരഞ്ഞെടുപ്പ് ചില തട്ടിപ്പുകൾ അതാദ്യം തന്നെ പിടിക്കപ്പെട്ടു ഇന്ത്യ മുന്നണിയുടെ കഴിവുകൊണ്ട് എന്ന് വ്യക്തമാകുമ്പോൾ ഒരുപക്ഷെ ബീഹാറിൽ ഇന്ത്യ മുന്നണിയുടെ മുന്നേറ്റം തന്നെ ആദ്യം കാണാൻ സാധിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം.